അംശു വാമദേവനെ പരാജയപ്പെടുത്തി വൈഷ്ണ സുരേഷ്. UDF-നെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഒരു അപ്രതീക്ഷിതമായ വിജയം. അതായത് യുവ പ്രൊഫൈലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ വിജയിക്കും എന്ന ഒരു സൂചന കൂടി നൽകുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലെ മുട്ടട ഡിവിഷനിൽ നിന്ന് വൈഷ്ണ സുരേഷ് വിജയിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥിത്വം തള്ളാൻ നോക്കി, എന്നിട്ട് എന്തായി? വൈഷ്ണ സുരേഷ് വിജയിച്ചിരിക്കുന്നു. വൈഷ്ണ സുരേഷിന്റെ വിജയം UDF-ന് വലിയ ഒരു മേൽക്കൈ നൽകുന്ന സീറ്റ് പോലുമല്ലായിരുന്നു. മുട്ടട LDF-ന്റെ കാലാകാലങ്ങളെ പരമ്പരാഗതമായ സീറ്റായിരുന്നു. അവിടെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നാടകം വിജയിച്ചില്ല എന്നുള്ളതാണ്. മേയർ ആര്യ രാജേന്ദ്രനെതിരെ വരെ ആരോപണം ഉണ്ടായതാണ്. മേയറുടെ സ്റ്റാഫാണ് നേരിട്ട് അതിൽ ഇടപെടൽ ഉണ്ടായത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചതാണ്. ജോലി രാജിവെച്ച ഒരു പെൺകുട്ടി ജനാധിപത്യത്തിൽ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണോ നേരിടേണ്ടത് എന്ന് കോടതി വരെ ചോദിച്ച കാര്യമാണ് വൈഷ്ണ സുരേഷ് വിജയിച്ചു കാണിച്ചിരിക്കുന്നു. വൈഷ്ണ സുരേഷ് വിജയിച്ചിരിക്കുന്നു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി CPM-ന്റെ അഡ്വക്കേറ്റ് അംശു വാമദേവനെ പരാജയപ്പെടുത്തുന്നു. സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ ഇതൊരു ജനാധിപത്യത്തിന്റെ വിജയമാണ്. കാരണം നമ്മൾ അന്നും പറഞ്ഞൊരു കാര്യം സത്യം ജയിക്കും എന്നുള്ളതാണ്. അതിൽ കൂടുതൽ ഒന്നും തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ടില്ല. കാരണം നമ്മൾ എത്രമാത്രം എഫോർട്ട് എടുത്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഗുണമായി തന്നെ നമുക്ക് ജനങ്ങൾ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തിരിച്ചറിഞ്ഞ്, നമ്മുടെ എഫേർട്സ് എല്ലാം തിരിച്ചറിഞ്ഞ് നമുക്ക് അവരുടെ അവകാശത്തിലൂടെ നമുക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട് തന്നിരിക്കുകയാണ്. വളരെ സന്തോഷം. വലിയൊരു പോരാട്ടമാണ്. ആദ്യം ഒരു സ്ഥാനാർത്ഥിന് വേണ്ടി പോരാട്ടം നടത്തി, അതിൽ ജയിച്ചു, പിന്നീട് ഒടുവിൽ ഒറിജിനൽ ജയവും. അതെ, തീർച്ചയായും. കാരണം അത്യാവശ്യം നല്ല ലീഡും ഉണ്ട്. നമുക്ക് വളരെ സന്തോഷിക്കാവുന്ന, ഒപ്പം തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു സമയമാണിത്. അത്ര സന്തോഷം.